3 മരങ്ങളുടെ കഥയുണ്ട്. മലമുകളിലെ 3 മരങ്ങൾ തങ്ങളുടെ സായന്തനത്തിൽ തങ്ങളുടെ ജീവിതത്തിൻ്റെ സ്വപ്നങ്ങൾ പങ്കുവയ്ക്കുകയാണ്. ഒന്നാമത്തെ മരം പറഞ്ഞു, എനിക്കൊരു തൊട്ടിലായാൽ മതി, കുഞ്ഞിൻ്റെ പാൽപുഞ്ചിരിയും അമ്മയുടെ താരാട്ടുമൊക്കെ കേട്ട് ശിഷ്ടകാലം. രണ്ടാമത്തെ മരം പറഞ്ഞു, എനിക്കൊരു വാണിജ്യ കപ്പലാവണം, അമൂല്യമായ രത്നങ്ങളും വജ്രങ്ങളുമൊക്കെയായി സഞ്ചരിക്കുന്ന ഒരു കപ്പൽ, ഒരു യാനപാത്രം. മൂന്നാമത്തെ മരം പറഞ്ഞു, എന്തെന്ന് എന്നതിനെക്കുറിച്ച് കാര്യമായ വ്യക്തതയില്ല, പക്ഷെ ഒരാഗ്രഹമുണ്ട്, മനുഷ്യനെ പ്രത്യാശയിലേക്ക് നയിക്കുന്ന എന്തെങ്കിലും ഒന്നാവണം. 3 മരങ്ങളുടെയും സ്വപ്നങ്ങൾ പൂർത്തീകരിക്കപ്പെട്ടില്ല. വഴിവേന്തിയ മനുഷ്യർ വന്നു. ഒന്നാമത്തെ മരം കൊണ്ട് അവർ പണിതത് തൊഴുത്തായിരുന്നു. രണ്ടാമത്തെ വൃക്ഷം കൊണ്ട് അവർ പണിതത് ഒരു മീൻവഞ്ചിയായിരുന്നു. മൂന്നാമത്തെ വൃക്ഷം കൊണ്ട് അവർ പണിതത് ഒരു കഴുമരവും, മനുഷ്യരെ തൂക്കിലേറ്റാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു കഴുമരം. എന്നിട്ട് ചില കാര്യങ്ങൾ പിന്നീട് സംഭവിച്ചു. ഒരു ദിവസം പാതിര എടുക്കുമ്പോൾ സത്രങ്ങളൊക്കെ കൊട്ടിയടക്കപ്പെട്ട നിറവേറുള്ളൊരു സ്ത്രീ അവളുടെ പുരുഷനും കൂടി ഈ തൊഴുത്തിൽ വന്നു. അവിടെ വെച്ച് അവർക്കൊരു ഉണ്ണി പിറന്നു. പരസഹസ്രം മാലാഖമാർ ഗ്ലോറിയ ഗീതങ്ങളോടെ അതിനെ വലം ചുറ്റി, ആയിടത്തെ വലം ചുറ്റി. ഇങ്ങനെ കുഞ്ഞിൻ്റെ പുഞ്ചിരി കണ്ടു. ലോകവും ചരിത്രമൊക്കെ കാത്തിരുന്ന ആ പുഞ്ചിരി കണ്ടു. രണ്ടാമത്തെ വൃക്ഷത്തിൽ, മീൻവഞ്ചിയായ വൃക്ഷത്തിൽ ഒരു സന്ധ്യയ്ക്ക് ഒരു ചെറുപ്പക്കാരൻ വന്നിട്ട് പറഞ്ഞു, വഞ്ചി തെല്ലെന്ന് മാറ്റിയിടാമോ, ഞാനതിൻ്റെ പടവുകളിലിരുന്ന് ഇത്തിരി സംസാരിച്ചോട്ടെ. അയാൾ പടവുകളിലിരുന്ന് സംസാരിച്ചു തുടങ്ങി. തീരത്തു നിന്ന മനുഷ്യർ ശ്രദ്ധയോടെ കേട്ടു. മരത്തിനും ചില കാര്യങ്ങളൊക്കെ പിടുത്തം കിട്ടുന്നുണ്ട്. മരം പറഞ്ഞു, രത്നങ്ങളും വജ്രങ്ങളുമൊക്കെയാണ് ഞാൻ ആഗ്രഹിച്ചത്. ഇപ്പോൾ അവയേക്കാൾ വിലപിടിപ്പുള്ള, മൂല്യമുള്ള വചനം മുത്തുകളാണ് എനിക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത്ര അമൂല്യമായ കാര്യങ്ങളാണ് ഞാൻ കേട്ടുകൊണ്ടിരിക്കുന്നത്. മൂന്നാമത്തെ മരത്തിലേക്ക്, കഴുമരമായി മാറിയ മരത്തിലേക്ക് ഒരു വെള്ളിയാഴ്ച ഒരു ചെറുപ്പക്കാരനെ കുറേ പേർ വലിച്ചിഴച്ചു കൊണ്ടുവന്നു. ആ വെള്ളിയാഴ്ച 3 മണിക്ക് അയാൾ കടന്നുപോയി. അന്നോട്ട് ഇന്നോളം ആ മരം, ആ കഴുമരം ഭൂമിയിലെ പ്രത്യാശയറ്റ മനുഷ്യരുടെ പ്രത്യാശയുടെ അടയാളമാണ്. വരുന്നൊരു വർഷത്തിൽ ചില സങ്കല്പങ്ങളൊക്കെ ചെറുതായിട്ട് പരിക്ക് പറ്റുമ്പോൾ, ചിലത് തീരെ പരാജയപ്പെടുമ്പോൾ, വെറുതെ ഈ 3 മരങ്ങളുടെ കഥ കൂടി ഓർത്താൽ നല്ലതായിരിക്കും. എല്ലാവർക്കും പുതുവത്സരത്തിൻ്റെ മംഗളങ്ങൾ നേരുന്നു. ബോബി എച്ച്.